നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ആരും ഇല്ല അല്ലേ സർ? ഇല്ല, അവരൊക്കെ പുറത്തു പോയിരിക്കുക. അവർക്കൊന്നും സങ്കടങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. അവരുടെ ജീവിതം സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ളതാ. സാരമില്ല, അത്രയും നേരം സുഖമില്ലാതെ കിടക്കുന്ന ഈ കുട്ടിക്ക് സ്വസ്ഥതയെങ്കിലും കിട്ടുമല്ലോ. ഏട്ടന്റെ വിവരം എന്തെങ്കിലും? വിവേകനെ വിളിച്ചൊന്നും തിരക്കുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. വേണ്ട, എല്ലാം കഴിഞ്ഞു വരട്ടെ. സൂര്യ നടത്തുന്ന വഴിപാട് പൂർണ്ണമാകുമ്പോ മോള് കണ്ണു തുറന്നിരിക്കും. ദേവി അനുഗ്രഹിച്ചിരിക്കും. എന്റെ വിശ്വാസ. എന്താ ആന്റിയുടെ ഉദ്ദേശം? എനിക്കറിയില്ല. ക്ഷേത്രം പ്രസിഡന്റിനെ കണ്ടേ പറ്റുമെന്ന് വാശി പിടിച്ചിരിക്കല്ലേ? ഏട്ടനായ യാചകരുടെ കൂടെ ഇരിക്കുന്നത് മമ്മി പൊറുക്കും തോന്നുന്നുണ്ടോ? മമ്മി കരുതി കൂട്ടിയ ഇഷ്യൂ ഉണ്ടാക്കിയത്, അല്ലാതെ അയാൾ ഉപദ്രവിച്ചിട്ടൊന്നുമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾക്ക് വേണ്ടി സൂര്യ നടത്തുന്ന നേർച്ച അവൻ മുഴുമിപ്പിക്കില്ല. പക്ഷേ ആളുകൂടിയ സൂര്യയുടെ സ്വഭാവം അറിയാലോ, എല്ലാവരെയും നാറ്റിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ക്ഷേത്ര പ്രസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മാഡം, അദ്ദേഹം ഇപ്പോൾ വരും. പിന്നെ മാഡം, പുറത്തിരിക്കുന്ന യാചകർ ഇന്നേ വരെ ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. കാലങ്ങളായി ഞാൻ കാണുന്നതല്ലേ. നിങ്ങൾക്ക് എന്താ അവരോട് ഇത്ര സെന്റിമെന്റ്സ്? അവര് ഭിക്ഷ യാചിക്കുന്നതിൽ നിങ്ങൾക്ക് കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടോ? മാഡം എന്താ ഈ പറയുന്നേ? അല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, തെരുവിൽ കൈനീട്ടുന്നവർക്കൊക്കെ ചില തലത്തൊട്ടപ്പന്മാരുണ്ടായിരിക്കുന്നു. ഇതുവരെ അവരാരെയും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നെ ഉപദ്രവിച്ചു. അത് ചോദ്യം ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഇല്ല, സൊസൈറ്റി മാന്യന്മാർക്കുള്ളതല്ലേ, അല്ലാതെ പിച്ചക്കാർക്കുള്ളതല്ലല്ലോ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പത്മ. അയ്യോ, നന്നായിട്ട് അറിയാം മാഡം. ഇത്രയും വലിയ കുടുംബത്തിലെ ആളെ എനിക്ക് അറിയാതിരിക്കുവോ? എന്താ മാഡം ഇഷ്യൂ? അല്ല, പുറത്ത് പടിക്കട്ടിലിരിക്കുന്ന യാചകർ നമ്മൾ കയറി വന്നപ്പോ എന്നെ ഉപദ്രവിച്ചു. അവരത്രക്കാരല്ല, എല്ലാവരെയും കുറെ നാളുകളായിട്ട് ഞങ്ങൾ അറിയുന്നതാണ്. ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലെങ്കിൽ സാർ എന്റെ മക്കളോട് ചോദിക്കേ. അവര് മമ്മിയുടെ ദേഹത്തോട്ടു, മമ്മിയുടെ സാരി പിടിച്ച് വലിച്ചു. അതറിയോ നിങ്ങൾക്ക്? ആളുകൾക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ അമ്പലത്തിൽ വരുന്നത്. നിങ്ങൾ എന്തിനാ അവർക്കിവിടെ ഇത്രയും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? തെണ്ടാനുള്ളവരൊക്കെ തെരുവി തെണ്ടട്ടെ. അല്ല പ്രസിഡന്റെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവരും ദൈവത്തിന്റെ മുന്നിലേക്ക് വരുമ്പോ കുളിച്ച് ശുദ്ധിയായിട്ടല്ലേ വരുന്നത്? ഈ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണത്തിന് വൃത്തിയുണ്ടോ? അവരെ കണ്ട അകത്തേക്ക് കയറി വന്നാല് നല്ല മനസ്സോടെ ദൈവത്തിന് തൊഴാൻ പറ്റുമോ? മോളെ, അങ്ങനെയൊക്കെ ചോദിച്ചാല് സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ ജീവിതത്തിൽ വീണുപോയവരാണ്. സാധുജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും അവരോട് കാരുണ്യം കാണിക്കുന്നതുമൊക്കെ ദൈവത്തിന് പ്രിയങ്കരമെന്നാണ് പറഞ്ഞു കേൾവി. ഞങ്ങൾക്ക് തൽക്കാലം പിച്ചക്കാരെയൊന്നും പ്രീതിപ്പെടുത്താൻ ഉദ്ദേശമില്ല. എന്റെ നേർക്ക് അവര് കാണിച്ചതിനുള്ള ആക്ഷൻ ഞാൻ എടുക്കും.
ഞാൻ സിറ്റി കമ്മീഷണറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് നടപടി എടുത്തോളൂ. ക്ഷേത്ര പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. അയ്യോ മാഡം, അതിന് പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ മാഡം പോകുന്നതുവരെ ഞങ്ങൾ അവരെ പറഞ്ഞ് മാറ്റി നിർത്താം.